ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അക്ഷര ബ്രഹ്മയോഗം അല്ലെങ്കിൽ താരക ബ്രഹ്മയോഗം എന്ന 8-ാം അധ്യായത്തിൽ ഭഗവാൻ പ്രണവത്തെ അർജുനന് ഉപദേശിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ സംശയരൂപത്തിൽ വന്നിട്ടുണ്ട്. ചോദ്യം, എന്താണ് പ്രണവത്തിൻ്റെ അർത്ഥം? ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണ്? അതുപോലെ ഈ പ്രണവവും ബ്രഹ്മവും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഇത് ആരുടെ സൃഷ്ടിയാണ് പ്രണവം? ഏത് ഋഷിയാണ് പ്രണവത്തെ അവതരിപ്പിച്ചത്? ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യമായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചോദിച്ച ആൾ തന്നെ പ്രഭാഷണ വിഷയത്തിൽ ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു ഉപനിഷത്ത് തന്നെ പ്രണവത്തെ പറ്റി പറയുന്നുവല്ലോ, അത് പറയാമോ എന്നുള്ളത്. ഇങ്ങനെ പ്രണവം നമ്മുടെ നിത്യജീവിതവുമായിട്ട്, അതെ, പ്രണവം അതിൻ്റെ നിത്യജീവിതത്തിൽ പ്രണവത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പം നിത്യജീവിതത്തിൽ എന്താണ് പ്രണവത്തിൻ്റെ പ്രാധാന്യം? ഈ പറഞ്ഞ പ്രണവം, ഓംകാരം അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ഇത്യാദികളൊക്കെയാണ് ചോദ്യങ്ങൾ. പിന്നെ അതിൽ ഉപരി മാണ്ഡൂക്യ ഉപനിഷത്തും. അപ്പം നമുക്ക് തോന്നുന്നു ഈ സന്ദർഭത്തിൽ മാണ്ഡൂക്യം ഒന്ന് പരിചയപ്പെട്ടു പോകുന്നത് നന്നായിരിക്കും. മാണ്ഡൂക്യ ഉപനിഷത്ത് വെറും ഉപനിഷത്തിലെ ഏറ്റവും ചെറുതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 12 മന്ത്രങ്ങളേ ഉള്ളൂ. കൊച്ചു ഉപനിഷത്താണ്. മുഴുവൻ പ്രണവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഓംകാരത്തെക്കുറിച്ച്. അപ്പം എന്താണ് ഉപനിഷത്ത് പറയുന്നത്? ഏതായാലും നമുക്ക് തോന്നുന്നു ഈ ഉപനിഷത്ത് മുഴുവൻ അങ്ങോട്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക. കാരണം നമ്മളിതൊരു വളരെ ഗൗരവമാർന്ന ഒരു പഠനമാണ്. ഗീത അങ്ങനെ വെറുതെ പറഞ്ഞു പോവുക എന്നുള്ളതിൽ ഉപരി നമുക്കിതൊരു റെഫറൻസായിട്ട് ഇടയ്ക്ക് നോക്കുകയും, അപ്പോൾ ഇതിനോട് ചേരുംപടി ചേർക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഈ ഇതിന് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഇത് പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ കുറേയും കൂടെ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് പ്രണവം ഉപദേശിച്ചു. അപ്പോൾ എന്താണത്? അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് ബോധിക്കണമെങ്കിൽ പ്രണവത്തെക്കുറിച്ച് ആധികാരികമായി ഉപനിഷത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ഒന്ന്, പ്രണവം എല്ലാ ഉപനിഷത്തുകളിലും, ഇപ്പോൾ കഠോപനിഷത്തിലെ മന്ത്രം നമ്മൾ മനസ്സിലാക്കി ഇന്നലെ, സാമാന്യം ആ ഭാഗത്ത്. അതേസമയം ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കുന്നത് പ്രണവത്തെക്കുറിച്ച് തന്നെയാണ്. എല്ലാ വേദങ്ങളിലും പ്രണവം വിസ്തരിച്ച് തന്നെ പലയിടത്തും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഉപനിഷത്ത് പ്രണവത്തിന് വേണ്ടിയിട്ട്, ഓംകാരത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു ഉപനിഷത്ത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. അപ്പോൾ നമുക്ക് മാണ്ഡൂക്യ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം. ഉപനിഷത്ത് ആരംഭിക്കുമ്പം ശാന്തിമന്ത്രം ചൊല്ലിയിട്ടേ ആരംഭിക്കാവുന്ന. കാരണം ശാന്തിമന്ത്രം മനസ്സിനെ ശാന്തമാക്കുന്നു. ശാന്തമായ മനസ്സിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടത്, സംശയങ്ങൾ ഉണ്ടാകേണ്ടത്. അശാന്തമായിട്ടുള്ള മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ അത് സംശയങ്ങളല്ല, അത് വികാരത്തിൻ്റെ തള്ളിച്ചയിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങൾ. അത് നമ്മളെ ശാന്തിയിലേക്കല്ല നയിക്കുക, അശാന്തിയിലേക്കാണ് നയിക്കുക. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുക. അങ്ങനെ അവിടുന്ന് സംശയങ്ങൾ ഉണ്ടാകുമ്പോഴോ അത് നമ്മളെ സത്യാന്വേഷണത്തിന് കൂടുതൽ പ്രാപ്തരാക്കുന്നു. അതുവഴി നമുക്ക് സത്യം സൂര്യതുല്യം തെളിഞ്ഞു കിട്ടുന്നു. അതാണ് അതിൻ്റെ ഒരു താല്പര്യം. ഉപനിഷത്തിലെ ശാന്തിമന്ത്രം, ശാന്തിപാഠം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശാന്തിമന്ത്രമാണ്. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ
വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ഈ ശാന്തി മന്ത്രം. എന്താണ്? എല്ലാ ശാന്തി മന്ത്രവും തുടങ്ങുന്നത് ഓംകാരത്തോടു കൂടിയാണ്. പ്രണവം, ഓംകാരം എന്നത് നമ്മുടെ വാഹനത്തിന് ഇന്ധനം എന്ന പോലെയാണ്. പെട്രോള്, ഡീസല്, ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ അതിന് ബാറ്ററി, അല്ലെങ്കിൽ വിദ്യുത് ശക്തി ഉപകരണങ്ങൾക്ക് എങ്ങനെയാണോ വൈദ്യുതി, അതുപോലെയാണ് മന്ത്രങ്ങൾക്ക് പ്രാണനായി വർത്തിക്കുന്നത് പ്രണവമാണ്. പ്രണവമില്ലാത്ത മന്ത്രങ്ങൾ ഒന്നും തന്നെ ജീവനുള്ളതല്ല. പിന്നെ പ്രണവത്തെ സംബന്ധിക്കുന്ന കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ട്. അതെന്താണ് എന്നാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രണവം സ്ത്രീകൾക്ക് ജപിക്കാൻ പാടില്ല, സ്ത്രീകൾ പ്രണവം ഉച്ചരിക്കരുത് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മൂഢന്മാർ ഈ നാട്ടിൽ ധാരാളം ഇപ്പോഴും ഉണ്ട്. സ്ത്രീകൾ എന്തോ ഇതിനൊന്നും, ഈ ആധ്യാത്മികത, ആത്മീയത, ഇതിനൊന്നും സ്ത്രീകൾ യോഗ്യരല്ല, അതിന് അവരുടെ ആർത്തവമാണ് ഒരു കാരണമായിട്ട് ഈ വിഡ്ഢികൾ കാണുന്നത്. ഈ വിഡ്ഢികൾ സത്യത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു 7 അയലത്ത് പോലും ഇവർ പോകാത്തവരാണ്. വെറുതെ അന്തവും കുന്തവും ഇല്ലാത്ത ഓരോരുത്തർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ശാസ്ത്രീയമായി ഈ ധർമ്മശാസ്ത്രത്തെ പഠിച്ചവരോ അത് ഉൾക്കൊണ്ടവരോ ആയിട്ടുള്ള ആളുകളല്ല, വെറും കേവലം വിഡ്ഢികളാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ജാതിയിൽ ഇന്നെന്ന ആളുകൾ, മറ്റവരിന്നത് ആളുകൾ ജപിച്ചുകൂടാ. അപ്പോൾ അത്തരം ചിന്തകളെല്ലാം തന്നെ നിങ്ങൾ മാറ്റിവെച്ചേക്കും. ആരെങ്കിലുമൊക്കെ അതൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ചിന്മയാനന്ദ സ്വാമികൾ ആദ്യത്തെ ഭഗവത്ഗീത, ചിന്മയാനന്ദ സ്വാമികളുടെ ആദ്യത്തേത് ഭഗവത്ഗീതയായിരുന്നില്ല, ഉപനിഷത്ത് ജ്ഞാനയജ്ഞമായിരുന്നു. കേനോപനിഷത്താണ് സ്വാമിജി പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു തുറന്ന ഒരു വേദിയിൽ പ്രഭാഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് 1951 ഡിസംബർ 31 പൂനെയിൽ ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിരുന്നു. വളരെ കുറച്ച് ആളുകൾ അത് കേട്ടു. പിന്നീട് സ്വാമിജി ചെന്നൈയിൽ വെച്ച് സ്വാമിജിയുടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാമിജി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ തടഞ്ഞിരുന്നു. അതിനെ തടയാൻ വലിയ ഗരാവോ ചെയ്ത് അതിന് ബഹളമൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ ഒരു പ്രഭാഷണമൊന്നും ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഈ ആചാര സംരക്ഷകന്മാർ, കുറച്ച് എന്താ പറയുക, വിവരദോഷികളും സനാതനധർമ്മത്തിന് എന്നും എക്കാലത്തും എന്താ പറയുക ശാപമായിട്ടുള്ള ആളുകൾ സ്വാമിജിയെ ഉപരോധിക്കാൻ വേണ്ടി കുറേ കൂട്ടർ കച്ചകെട്ടി ഇറങ്ങി. അതിന് കാരണമായിട്ട് അവർ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മ്ലേച്ഛ ഭാഷയിലാണ് ഇവിടെ ഈ വേദം പറയുന്നത്, ഉപനിഷത്ത് പറയുന്നത്. അത് സംസ്കൃതത്തിലേ പറയാവുന്ന. അതും ആര് പറയണം? ബ്രാഹ്മണൻ പറയണം. അദ്ദേഹം ക്ഷത്രിയനാണ്, ബാലകൃഷ്ണ മേനോനാണല്ലോ. അപ്പം അങ്ങനെ ക്ഷത്രിയൻ ഇത് പറയാൻ പാടില്ല, ഇത് ബ്രാഹ്മണരാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ശങ്കരാചാര്യർ, അന്നത്തെ ശങ്കരാചാര്യർ, കാഞ്ചി പെരിയവർ എന്ന് പറയും, ഒരു അപാര പണ്ഡിതനും ജ്ഞാനിയും കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം അതിനൊരു തീർപ്പാക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയി കേൾക്കൂ. അദ്ദേഹം ചിന്മയാനന്ദ സരസ്വതിയാണ്, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത് സരസ്വതിയുടെ കടാക്ഷം കിട്ടിയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അത് പോയി കേൾക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ സമാപിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരം ഇന്നും ഉണ്ടതേ. നമ്മൾ കോട്ടയത്ത് ഇരിക്കുമ്പോൾ ഇതേപോലെ ചില ആൾക്കാരുണ്ട്, സ്ത്രീകളെ ഇത് പഠിപ്പിക്കാൻ പാടില്ല, ഈ വേദിക് ചാൻറ്റിങ് ഒക്കെ നടത്തുമ്പോൾ പെൺകുട്ടികളെ ഒന്നും അതിൽ പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിദ്വാൻ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കാലത്തും ഉണ്ട്, ഇത്തരം പൊട്ടന്മാർ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ പോണ്ട, അത്തരം ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കേണ്ട. ഇത്തരം മൂഢന്മാർ ഈ നാട്ടിൽ പലയിടത്തും ഉണ്ട്.
ഇതിനൊന്നും ഒരു പ്രമാണമില്ല. ഇതങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് മൊണോപ്പൊളി ആയിട്ട് വെച്ചിട്ടുള്ളതുമല്ല. ഇതാണ് ഇതിൽ ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് പേര്. അതുകൊണ്ട് ഓം ചൊല്ലില്ല അവർ. ഓം ഇല്ലാതെ ആ മന്ത്രങ്ങളൊക്കെ പറയാം. ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾക്ക് ഓം ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കട്ടെ. ഇവിടെ ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. നോക്കൂ, ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ. പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ദേവന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചമഹാഭൂതങ്ങളെ ദേവന്മാരായിട്ട് പറയുന്നത്. അഗ്നിദേവൻ, വരുണദേവൻ, ഭൂമിദേവി, ദേവിയും ദേവനുമാണ് ഇതെല്ലാം. അതുകൊണ്ട് ദേവാഹ, അല്ലയോ ദേവന്മാരെ. കർണേഭി, ഞങ്ങളുടെ കർണങ്ങളെ കൊണ്ട്, കർണം എന്ന് പറഞ്ഞാൽ ചെവി, ഞങ്ങളുടെ കാതുകളെ കൊണ്ട്, കർണേഭി ഭദ്രം ശൃണുയാമ, ഞങ്ങളുടെ കാതുകൾ ഭദ്രമായത് കേൾക്കാൻ ഇടയാകട്ടെ. നല്ല വാർത്തകൾ ഞങ്ങൾ കേൾക്കട്ടെ എന്ന്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ നല്ലത് കേൾപ്പിക്കുക, നല്ലത് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ നല്ല വർത്തമാനം പറയാൻ വേണ്ടി വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കും, പാരിതോഷികങ്ങൾ കൊടുക്കും. അങ്ങനെയൊക്കെ പഴയ സംസ്കാരത്തിലുണ്ട്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വന്ന് പറയുന്ന ആൾ. പണ്ടൊന്നും കത്തയക്കൊന്നും അല്ലല്ലോ. ഇപ്പോൾ കുടുംബത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് കുറച്ച് ദൂരേക്ക് പോയി. അങ്ങനെ അത് പ്രസവിച്ചു. അപ്പോൾ കത്തൊക്കെ എഴുതുന്നുണ്ട്. ഇങ്ങനെയാണ്, എപ്പോഴാണ് വരുന്നത്, അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം, ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് ഈ കുട്ടിയെ അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം നടക്കുന്നു. അപ്പോൾ പ്രസവം നടന്നു, കുട്ടി ജനിച്ചു. അപ്പോൾ ഈ വിവരം ഇന്നാണെങ്കിൽ വാട്സാപ്പിൽ അയക്കാം. മറ്റുള്ളവരൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് തന്നെ പ്രസവം കാണിക്കുന്നുണ്ട്. തൻ്റെ പ്രസവം എന്താ പറയുക, ഒരു പ്രോഡക്റ്റായിട്ട്, ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റായിട്ട്, ഒരു വിൽപ്പന ചരക്കായിട്ട് സിനിമ വഴിയോ. അപ്പം ഇന്ന് ആളുടെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്, അത് കാണാൻ ആളുണ്ട്. ഇതിലൊക്കെ അതിനെക്കുറിച്ച് പോസിറ്റീവായും നെഗറ്റീവായും ഒക്കെ ആളുകൾ പറയാറുണ്ട്. നമുക്കതിൽ പോസിറ്റീവും ഇല്ല, നെഗറ്റീവും ഇല്ല. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ദൂരദിക്കിൽ നിന്ന് പ്രസവിച്ചു എന്നുള്ള ആ വിവരം കത്തെഴുതിയാലൊക്കെ, കത്ത് കിട്ടാനൊക്കെ ഒരു 3-4 ദിവസം, 4 ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഈ വിവരം പറയാൻ വേണ്ടി ഒരുത്തനെ പറഞ്ഞു വിടും ഇന്നടുത്തേക്ക്. ഇവൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വാണം വിട്ട പോലെ വണ്ടി കയറിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെ എത്തും. വലിയ ഉത്സാഹത്തിലാണ് പോവുക. കതച്ചുകൊണ്ട് ഓടിയിട്ടൊക്കെ പോയി അവിടെ എത്തി അവരോട് ഈ സന്തോഷ വർത്തമാനം പറയും. പ്രസവിച്ചു, കുട്ടി ഇന്നതാണ്, കുട്ടി അമ്മയും സുഖമായിട്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നിങ്ങൾ പുറപ്പെടുന്നത്, ഏതാന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ഒരു വണ്ടിയുടെ സമയവും അതും ഇതൊക്കെ നിശ്ചയിച്ച്. അപ്പോൾ ഈ വന്നവനെ, ഈ വിവരം പറഞ്ഞവനെ എന്താണ് സന്തോഷമായിട്ട് അവന് പുതിയ വസ്ത്രം മേടിച്ചു കൊടുക്കുക, ചില്ലറ കാശ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല അവന് എന്നാൽ ശരി നീ വിട്ടോ എന്ന് പറയല്ല. അപ്പം നമ്മളെ സന്തോഷം കേൾപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നമുക്കും തരണം എന്തെങ്കിലും. കുറേ ആയി നിങ്ങളോടൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, ദക്ഷിണയായിട്ട് തരണം. അപ്പോൾ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഭദ്രമായിട്ടുള്ളതിനെ, ഭദ്രമായ കാര്യങ്ങൾ
കാതുകളെ കൊണ്ട് കേൾപ്പിക്കൂ. ഭദ്രം ഞങ്ങൾ കേൾക്കാൻ ഇടയാകട്ടെ. എന്തിനാണ് ഭദ്രം കേൾക്കുന്നത്? പറയുന്നു, ഭദ്രം ശൃണുയാമ ദേവാഹ ദേവാഹ കർണേബി ഭദ്രം ശൃണുയാമ. അല്ലയോ ദേവന്മാരെ, ഞങ്ങളുടെ കാതുകളെ കൊണ്ട് മംഗളകരമായതിനെ കേൾക്കാൻ ഇടവരട്ടെ. യജത്രാഹ അക്ഷിഭി. ഞങ്ങൾ ആരാണ്? യജ്ഞം ചെയ്യുന്നവരാണ്, യജത്രന്മാരാണ്. എന്താണ് യജ്ഞം? നമ്മൾ 4-ാം അധ്യായത്തിൽ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് യജ്ഞം ചെയ്യേണ്ടത്. കണ്ണുകളും കാതുകളും ഒക്കെ ഈ യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട അഗ്നികുണ്ഡം, അഗ്നി തെളിച്ചിട്ടുള്ളതാണ്. കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും ചെവിയും. അപ്പോൾ ആ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ തന്നെ ഹോമിക്കുന്നതാരാണ്? സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നതാരാണ്? ജ്ഞാനാഗ്നിയിൽ ഹോമിക്കുന്നതാരാണ്? അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ ആരാണ്? യജത്രാഹ, യാഗം ചെയ്യുന്നവരാ. ഇഷ്ടിക വെച്ച് നിരത്തി നെയ്യൊഴിച്ച് ഹോമകുണ്ഡം നടത്തുന്നവൻ മാത്രമല്ല യജത്രാഹ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും യാഗം ചെയ്യുന്ന, യജ്ഞം ചെയ്യുന്നവർ തന്നെയാണ്. നമ്മിൽ ഓരോരോ വിധത്തിലുള്ള അഗ്നിയുണ്ട്. വൈശ്വാനരാഗ്നി എന്ന് പറയും, ജഠരാഗ്നി. ആ വൈശ്വാനരാഗ്നി സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. വിശപ്പാകുന്ന അഗ്നി, അതിലേക്ക് അർപ്പിക്കുന്ന ഹവിസ്സുകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അന്നപാനാദികളെല്ലാം അതിലേക്കുള്ള ഹവിസ്സുകളാണ്. അപ്പോഴും നമ്മളെന്താണ്? യജ്ഞം ചെയ്യുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ അണയാത്തൊരഗ്നിയുണ്ട്. ഒരഗ്നിയല്ല, ആ അഗ്നിയുടെ പല അവസ്ഥാന്തരങ്ങളുണ്ട്, ഭേദങ്ങളുണ്ട്. അങ്ങനെ യജ്ഞം ശീലമാക്കിയിട്ടുള്ള ഞങ്ങൾ യജത്രാഹ അക്ഷിഭി ഭദ്രം പശ്യേമ. ഞങ്ങൾ ആരാണെന്നും കൂടെ പറയുകയാണ്. യജ്ഞം ശീലമാക്കിയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ശീലമാക്കേണ്ടവരാ. അക്ഷിഭി, ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ഭദ്രം പശ്യേമ, ഭദ്രമായത് കാണിക്കട്ടെ, കാണുന്നതും ഭദ്രമാകട്ടെ. എന്ത് കാഴ്ച കണ്ടാലും അതിനെ ഭദ്രമായി കാണാനുള്ള കരുത്തും നമുക്കുണ്ടാകട്ടെ. അങ്ങനെയൊക്കെയാണ്. അപ്പം യജത്രാഹ എന്ന് പറയുമ്പം ആ കരുത്ത് നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാഴ്ചയൊന്നും കാണാൻ നമുക്ക് പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും, ബോധം കെട്ട് വീഴും. ചില വാർത്ത കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബോധം കെട്ട് വീഴും. ഭദ്രം പശ്യേമ എന്തിനാണ്? അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ഉപനിഷത്തിലെ ശാന്തി മന്ത്രം അത് പറയുകയാണ്. സ്ഥിരൈഹി അംഗൈഹി, സ്ഥിരൈഹി, ഒരു സ്ഥിരതയാർന്ന സുദൃഢമായ അംഗൈഹി, അംഗങ്ങളാൽ, നമ്മുടെ ശരീര അവയവങ്ങൾ അത് കരുത്തുറ്റതായിരിക്കണം, സുദൃഢങ്ങളായിരിക്കണം, ആരോഗ്യപൂർണമായിരിക്കണം. ഈ കാഴ്ച കേൾക്കുമ്പോഴേ, ഈ കാഴ്ച കാണുമ്പം, ചിലത് കേൾക്കുമ്പം മറ്റുള്ള അംഗങ്ങളൊക്കെ തളർന്ന് പരവശമായി പോകാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയാതിരിക്കണം. അതുപോലെ ഇത് നമ്മുടെ ഈ ചാനലുകൾക്കൊക്കെ പല സംസ്കാരമാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് പണ്ട് പത്മനാഭസ്വാമി കുളത്തിൽ ഒരുത്തനെ വേറൊരുത്തൻ കൊല്ലുന്നത് ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ചാനൽ, മാധ്യമം. അതിൻ്റെ കേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടുകൊണ്ടിരുന്ന കുറേ ആളുകൾ. ഇപ്പോൾ ചിലരൊക്കെ ചില കൊലയൊക്കെ ചിലയിടത്ത് നടന്നു കഴിഞ്ഞാൽ വൈകിപ്പോകുന്നു എത്താൻ എന്നാണ് അവരുടെ അഭിപ്രായം. ആദ്യം എത്തിയത് ഞങ്ങളാണെന്നാണ് ചിലർ പറയുന്നത്. ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളാണ്. ഈ ചുറ്റിക കൊണ്ടാണ് അടിച്ചത്, ഇന്നടത്താണ് അടിച്ചത്. അത് ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് കാണിക്കായിരുന്നു ആളുകളെ. അപ്പോൾ ഇവർ പിന്നെ ഉണ്ടാക്കും, ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇടിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതിലെല്ലാ എന്താ പറയുക, സ്റ്റോറികളും അവരുണ്ടാക്കും.
എന്നിട്ട് നമ്മളെ ഇങ്ങനെയാണ് എന്നിട്ട് നമ്മളാണ് അത് കണ്ട് എനിക്ക് വയ്യത് കാണാൻ, എന്നിട്ട് വീണ്ടും ഇതൊക്കെ കണ്ട കുഴപ്പങ്ങളാണ്. ഉപനിഷത്താ പറയുന്നത് നമ്മുടെ അംഗങ്ങൾക്ക് എന്തുണ്ടാവും? അംഗങ്ങൾ ശോഷിക്കും, അംഗങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നല്ല കാഴ്ചയും നല്ല കേൾവിയും നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ കൂടുതൽ തേജസ്സുറ്റതാക്കുന്നു. അതിന് കാരണമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അംഗൈഹി തനുഭിഹി, ശരീരത്തോടും കൂടിയിട്ട് സ്തുഷ്ടുവാം സഹ, ഞങ്ങൾ ആരാണ്? സ്തുഷ്ടുവാം സഹ, ഞങ്ങൾ സ്തുതിക്കുന്നവരും കൂടെയാണ്. അങ്ങനെ സ്തുതിക്കപ്പെടുന്ന ഞങ്ങൾ, സ്തുതിക്കുന്നവരായിട്ട് ദേവഹിതം യത് ആയുഹു, ഈശ്വരനാൽ എത്ര ആയുസ് കൽപ്പിച്ച് തന്നിട്ടുണ്ട് ഈ പ്രകൃതി. അപ്പം ഈ കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും ചെവിക്കും അതുപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, നമ്മുടെ ഈ അംഗങ്ങൾക്ക്, ശരീരത്തിന് മൊത്തം ഒരായുസ് കൽപ്പിച്ച് തന്നിട്ടുണ്ട്. ആ കൽപ്പിച്ച ആയുസ് അത്രയും അനുഭവിക്കാൻ, വ്യശേമ, അതിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ആയുഹു യത് വ്യശേമ, ആയുസ് എത്രയാണോ അത്രയും ഞങ്ങൾക്കതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്കൊരു 120 വർഷം ആണ് നമുക്ക് അനുവദിച്ചതെങ്കിൽ, ഓരോരുത്തർക്കും ഓരോന്നാണ് അനുവദിച്ചിട്ടുള്ളത്, മാക്സിമം അത്രയൊക്കെയാണ്. അത്രയാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ പറയുന്നത് എനിക്ക് അത്രയും സൂര്യചന്ദ്രന്മാരെ കാണാൻ സാധിക്കട്ടെ. ഇത് ദിവസവും സൂര്യനെയും ചന്ദ്രനെയും നോക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ. എന്നിട്ട് നമ്മൾ ഇവരുടെ സപ്തതി, ഷഷ്ടി ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇത്രയും പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ആളാണ് ഇയാൾ. കണ്ടിട്ടുണ്ടോ? ഒരെണ്ണം പോലും കണ്ടിട്ടുണ്ടാവില്ല. ആകെ ആകാശത്തേക്ക് നോക്കി നാളികേരം എന്താ പറയുക താഴെ വീഴാറായോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചക്ക അതാ കാക്ക വെറുതെ തിന്ന് നശിപ്പിക്കുന്നു എന്ന് പറയാനാണ് ആകെ മാനത്ത് നോക്കിയത്. പിന്നെ മഴ വരുന്നുണ്ടോ നോക്കാൻ. പൂർണ്ണചന്ദ്രനെയൊന്നും കണ്ടിട്ടില്ല. 1 or 2 കഷ്ടകാലത്തിന് കണ്ടതായി, അതും ടി വിയിലാണ് കണ്ടത്. എല്ലാ ദിവസവും ഇന്ന് ചന്ദ്രൻ്റെ അവസ്ഥ എന്താണ്? പൂർണ്ണചന്ദ്രനാണോ? ഇന്ന് ഇപ്പോൾ ഒരൊറ്റ സ്ട്രീം ലൈനിൽ വരികയാണ് ഗ്രഹങ്ങളൊക്കെ. നമ്മളത് കാണാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് വിശേഷം പറയാം. എന്തായാലും നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു സമയം ആയുസ്സിൻ്റെ കാര്യത്തിൽ അത്രയും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത് ഞാൻ ഈ കണ്ട അലവലാതിത്തരങ്ങൾ കണ്ടും കേട്ടും എൻ്റെ ആയുസ് പോകുന്നത്, ഈ പറഞ്ഞ അംഗങ്ങളൊക്കെ ക്ഷയിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണെന്ന്, ഒരു കാരണമല്ല, പ്രധാന കാരണം ഇതാണെന്ന് എത്ര കാലം മുമ്പ് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സമ്മതമാണല്ലോ ഇത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആയുഹു യത് വ്യശേമ, അതിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. വൃദ്ധശ്രവാഹ ഇന്ദ്രഹ നഹ സ്വസ്തി, വൃദ്ധിയെ പ്രാപിച്ച ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് തന്നെയാണ്. അത് ഞങ്ങൾക്ക് എന്തുണ്ടാകട്ടെ? സ്വസ്തി ഉണ്ടാകട്ടെ. മനസ്സാണ് സമാധാനം ഉണ്ടാക്കി തരേണ്ടത്. ആ ഇന്ദ്രൻ ഞങ്ങൾക്ക് സ്വസ്ഥതയെ തരട്ടെ. വിശ്വവേദാഹ പൂഷ ന സ്വസ്തി, വിശ്വവേദ, വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അറിയുന്ന പൂഷ, പോഷൻ, സൂര്യൻ, പോഷാവ്, സൂര്യനും ഞങ്ങൾക്ക് എന്ത് നൽകട്ടെ? മംഗളത്തെ, സ്വസ്തിയെ നൽകട്ടെ. സൂര്യൻ സ്വസ്തിയെ നൽകട്ടെ. അരിഷ്ടനേമി താർക്ഷ്യ,
അരിഷ്ടങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന, അരിഷ്ടങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സിമ്പലായിട്ടാണ്, പ്രതീകമായിട്ടാണ് ഗരുഡനെ ഈ നമ്മുടെ സനാതനധർമ്മത്തിൽ കരുതിപ്പോരുന്നത്. അതുകൊണ്ട് ഗരുഡനെ കാണുന്നത് ശുഭലക്ഷണമായിട്ടൊക്കെ പറയും. ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ, ഉയർന്നു പറക്കുന്ന ആളാണ്. ആ ഗരുഡൻ നമുക്ക് എന്തുണ്ടാക്കട്ടെ? അരിഷ്ടനേമിഹി താർക്ഷ്യ ഗരുഡൻ നഹാ സ്വസ്തി, നമുക്ക് സ്വസ്തി തരട്ടെ. അരിഷ്ടങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തിൽ നിന്ന് അരിഷ്ടങ്ങളൊക്കെ നീങ്ങിപ്പോകട്ടെ. ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി നഹ സ്വസ്തി ദദാതു, നമുക്ക് സ്വസ്തിയെ തരട്ടെ, മംഗളത്തെ തരട്ടെ. ഇതാണ് ഈ മാണ്ഡൂക്യ ഉപനിഷത്തിലെ ശാന്തിമന്ത്രം. ശാന്തിമന്ത്രം കഴിഞ്ഞാൽ ഉപനിഷത്ത് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ മന്ത്രം എന്താ ഉപനിഷത്ത് പറയുന്നത്? തുടങ്ങുന്നതേ ഓംകാരം പറഞ്ഞുകൊണ്ടാണ്. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യ ഉപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി ഇതി സർവമോങ്കാരമേവ യച്ചാന്യത്രികാലാതീതം തതപി ഓങ്കാര ഏവ. ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് സത്യത്തിൽ ഈ ചോദ്യം കൊണ്ടാട്ടോ ഈ ഉപനിഷത്ത് എടുക്കണം എന്നുള്ള തോന്നലുണ്ടായത്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗീത ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, ഈ വെന്യൂ ഒഴിഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ വെന്യൂ ആണ്. എവിടെയും നമുക്കൊരു വെന്യൂ ഉണ്ടാവും ഇത് പറയാൻ. അപ്പോൾ അവിടെ വാടക കൂടുക, അങ്ങനെ കാലാവസ്ഥാ പ്രശ്നങ്ങളോ അതൊന്നുമില്ല. കൊടും തണുപ്പായപ്പോഴും അമേരിക്കയിൽ ഇരുന്ന് നിങ്ങളോട് ഇത് മുടങ്ങാതെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നതിൽ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ ആനന്ദം ഇതിലാണ്, ഇത് പറയുന്നതിലാണ്. അപ്പം ഇത് പറയാൻ നമ്മൾ എന്തായാലും മനനം ചെയ്യുക എന്നുള്ള പ്രക്രിയ അനിവാര്യമാണ്. ആ മനനം തന്നെയാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ആനന്ദപ്രദമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒഴിവുകഴിവുകളൊക്കെ നമുക്ക് പലതും പറയാമല്ലോ, പക്ഷേ അതൊന്നും തോന്നാത്തതും ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എടുക്കാൻ ആ ചോദ്യം ചോദിച്ച ആളോട് പ്രത്യേകം നമസ്കാരം. എല്ലാ ചോദ്യങ്ങളും, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ സഹായിക്കും. എന്തായാലും ഓം ഇതി ഏതദക്ഷരം ഇദം സർവം, പ്രണവത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓം ഇതി, ഓം ഇതി, ഓം എന്ന് പറയുന്ന ഏതത് അക്ഷരം, ഇത് അക്ഷരമാകുന്നു. ആദ്യം തന്നെ പറയുന്നത് അതാ. ഓം ഇതി ഏതത് അക്ഷരം. ഈ പ്രണവം, ഓംകാരം എന്നത് അക്ഷരമാണ്. അപ്പോൾ എന്തുണ്ട്? ക്ഷരമായിട്ടുള്ളതുണ്ട്, അക്ഷരമായിട്ടുള്ളതുണ്ട്. ഇവിടെ അക്ഷരം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന ഈ അക്ഷരമാലയിലെ അക്ഷരങ്ങളെക്കുറിച്ചല്ല, നാശമില്ലാത്തത് എന്നർത്ഥത്തിലാണ്. അപ്പം ക്ഷരം വേറെയുണ്ട്. ഏതായാലും നമുക്ക് ആദ്യം ഓംകാരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഉപനിഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഓം ഇതി ഏതത് അക്ഷരം, ഓം എന്ന ഇത് അക്ഷരമാകുന്നു, നാശരഹിതമായ ഒരു നിത്യനൂതനമായിട്ടുള്ള സത്യമാകുന്നു ഓം എന്നത്. ഇതാണ് ആദ്യത്തേത്. തുടർന്ന് പറയാണ്, ഇദം സർവം തസ്യ ഉപവ്യാഖ്യാനം. ഇദം സർവം, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എന്താണ്? തസ്യ, തസ്യ എന്ന് പറഞ്ഞാൽ പ്രണവസ്യ, താരകസ്യ, ഓംകാരസ്യ. ഈ പ്രണവത്തിൻ്റെ, ഓംകാരത്തിൻ്റെ, താരക ബ്രഹ്മത്തിൻ്റെ ഉപവ്യാഖ്യാനം, അതിൻ്റെ ഉപവ്യാഖ്യാനമാകുന്നു ഈ വിശ്വം മുഴുവൻ. ഈശാവാസ്യം ഇദം സർവം, അതിന് സമാനമായതാണ് ഇദം സർവം തസ്യ ഉപവ്യാഖ്യാനം. നമ്മൾ വിസ്തരിക്കാം ഇത്. ആദ്യം മന്ത്രം കൊണ്ട് ചൊല്ലാം.
ഇതം സർവം തസ്യ ഉപവ്യാഖ്യാനം. ഭൂതം ഭവത് ഭവിഷ്യത് ഇതി സർവം ഓംകാര ഏവ. ഭൂതം ഭവത് ഭവിഷ്യതി ഇതി സർവമോങ്കാരമേവ. ഭൂതം എന്തൊക്കെ ഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ, ഉണ്ടായി കഴിഞ്ഞതായിട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം, ഭവത് ഇപ്പോഴോ ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും, ഭവിഷ്യത് ഇനി ഉണ്ടാകാൻ പോകുന്നതും, ഉണ്ടായിക്കഴിഞ്ഞതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതും, ഇത് സർവം അതെല്ലാം തന്നെ ഓംകാര ഏവ, ഓംകാരം തന്നെയാണ്, മറ്റൊന്നുമല്ല, അത് മാത്രമാണ്. അന്യത് യത് ച, ഇനി ഇതിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ശേഷിക്കുന്നു എങ്കിൽ, പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചില പരിപാടികളിലൊക്കെ നന്ദി പ്രകടനം നടത്തുമല്ലോ. ഇന്നാൾക്ക് നന്ദി, ആ ആൾക്ക് നന്ദി, ഈ ആൾക്ക് നന്ദി, ഇത് അവിടെ കാണാൻ വന്ന സ്റ്റേജിൽ വന്ന എല്ലാവർക്കും നന്ദി, പിന്നെ ഇത് പരിപാടി വിജയിപ്പിച്ചിട്ടുള്ളവർക്ക് നന്ദി, മീഡിയയ്ക്ക് നന്ദി, ഇതിന് സംഭാവന നൽകിയവർ നന്ദി, എല്ലാവരുടെയും നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വേറൊരു നന്ദി ഉണ്ട്. അതെന്താണെന്ന് പറയുക, വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നന്ദി എന്നതുപോലെ അന്യത് യത്, ഇനി ഇതിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തത് അപി, അതും ഓംകാര ഏവ, ഓംകാരമാകുന്നു. ഇനി അങ്ങോട്ട് ഉപനിഷത്ത് ഓംകാരത്തെ വളരെ അടുക്കും ചിട്ടയുമായി നമ്മളുമായി ബന്ധിപ്പിച്ചു. അതാണ് ഇവിടെ ചോദ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് തോന്നിയ ഉപനിഷത്ത് തന്നെ എടുക്കാമെന്ന്. ഇതും നമ്മുടെ നിത്യജീവിതവുമായിട്ട്, പ്രണവത്തിൻ്റെ നിത്യജീവിതവുമായ ബന്ധമെന്ത് എന്നതാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഉപനിഷത്ത് തന്നെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നാളെ അതിൻ്റെ ബാക്കി ഭാഗം കാണാം. നാളെ തീർന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കൊണ്ട് എന്തായാലും ഈ 13-12 മന്ത്രങ്ങൾ നമ്മൾക്ക് തീർക്കാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.